ടു അവർ ചാനൽ. ഞാൻ ചന്ദ്രകുമാർ. ഇന്ന് നമ്മൾ അട്ടപ്പാടിയിലെ നരസിമുക്ക് എന്ന് പറഞ്ഞൊരു നല്ല അടിപൊളി ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. കുറച്ചങ്ങോട്ട് പോയാൽ ഇടത്തോട്ടുള്ള റൂട്ടിലാണ് നരസിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. നരസിമുക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്തത് അഗളിയിലെത്തും. അഗളിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ പോയാൽ നരസിമുക്ക് എത്തി. നരസിമുക്ക് കാണാനുള്ളത് പറഞ്ഞാൽ നല്ലൊരു ഊരുണ്ട്, നരസിമുക്ക് ഊരുണ്ട്. പിന്നെ കാറ്റാടിപ്പാടുണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. അയ്യപ്പനും കോശി എന്നുള്ള സിനിമേൻ്റെ ലൊക്കേഷൻ അവിടെയാണ്. അങ്ങാടി എത്തി. അഗളി നല്ലൊരു അങ്ങാടിയാണ്. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ശരിക്കും അഗളിയാണ് ശരിക്കും. അത് അഗളി ടൗണാണ്. കാണുന്നില്ല കുറച്ച്. മോനെ നരസിമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? നരസിമുക്കൊന്ന് കാണാം. നരസിമുക്കൊന്ന് കാണാം. കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടില്ല. വളമുതിരുമായിട്ട് ഒരുപാട് ദൂരമായിട്ട് തോന്നുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡാണ്. റോഡും കുറച്ച് മോശമാണ്. അപ്പം ഈ കാഴ്ചകൾ കാണാനായിട്ടാണ് ഞാനിങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്താ ലൊക്കേഷൻ? അപ്പോൾ നരസിമുക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഊരുണ്ട്. ഊരിലേക്ക് ഇവിടുന്ന് ഈ റൂട്ടിൽ കുറച്ചങ്ങോട്ട് പോയി നടന്നാൽ നരസിമുക്ക് ഊരെത്തി. നമ്മളിപ്പം നരസിമുക്ക് ഊരിലെത്തി. ഇതിപ്പം അഗളി പഞ്ചായത്തിൻ്റെ ഈ ഊരിന് മാത്രമുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിനുള്ള ഒരു കൗണ്ടറാണ്. ടീച്ചർ 2, 3, 4 ടീച്ചർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആദിവാസി കോളനിയാണ് നരസിമുക്ക്. വലിയ ലക്ഷറി അല്ലെങ്കിലും എവറേജ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കറണ്ട് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ നരസിമുക്ക് അങ്ങാടിയിലെത്തി. അങ്ങാടിയിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളെ ഷോപ്പ്. ഇവിടെ ഹോട്ടൽ മുതൽ എല്ലാ സാധനങ്ങളും കിട്ടും. നല്ലൊരു തത്തിയുണ്ട്. മലയാളി തമിഴ് ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു പുള്ളിയാണ് മണികണ്ഠൻ ചേട്ടൻ. അപ്പം പുള്ളീൻ്റെ ഇതെന്ന് ഞങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ഭക്ഷണം തന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. തിരിഞ്ഞു പോണ വരെയാണ്. ഇവിടുന്ന് 8 കിലോമീറ്റർ താവളം. റോഡ് മോശമല്ലേ? ഏത് വണ്ടിയിലാണ്? ആൾട്ടോ ആ 100-300 മീറ്റർ മണ്ണ് റോഡുള്ളൂ. അതിലൊരു ചെറിയൊരു ഇതേ ഉള്ളൂ. ആ കാറുകളുണ്ട്, എല്ലാ കാറുകളും. നരസിമുക്ക് മണികണ്ഠേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. ഇനി നമ്മളിവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. അവിടേക്ക് പോവാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നരസിമുക്ക്. ഇതിൻ്റെ ചുറ്റുപാടത്ത് ഒരുപാട് സ്ഥലത്തായിട്ടാണ് അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ടിങ് എടുത്തത്. പിന്നെ അതിൻ്റെ പുറമെ ഇപ്പം റീസെൻ്റായിട്ട് കുറേ ശ്രീനിവാസൻ്റെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ചുറ്റോട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഒരു പോയിൻ്റിൽ നിന്നല്ല ഷൂട്ടിംഗ് എടുത്ത് വ്യത്യസ്തമായ പല താരങ്ങളും. മെയിനായിട്ട് ഈ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഇത്. അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമേൻ്റെ ലൊക്കേഷൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടുന്ന് ഇപ്പോൾ ഈ സൈഡിൽ കൂടെ എങ്ങനെ പോയാലാണ് ആ ലൊക്കേഷൻ കിട്ടുന്നത്. ഇവിടെ നല്ല വെയിലാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിലേ കൂടെ എങ്ങനെ നടന്നു വേണം വ്യൂ പോയിൻറ്റിലേക്ക്. അവിടെയാണ് ഷൂട്ടിംഗ് എടുത്തത്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുനിന്ന്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഭവാനിപ്പുഴയുടെ തീരത്താണ്. അതിന് നല്ലൊരു പാലമുണ്ട്, ചാവടിയൂർ പാലം. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോയത്. നല്ല അടിപൊളി പാലം. യാത്രക്കാരൊന്നുമില്ല, ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിർത്തിയിട്ട് കാഴ്ചകൾ കാണാനുള്ള നല്ല പറ്റിയ സ്ഥലം. ഭവാനിപ്പുഴ
മെയിനായിട്ട് ഒഴുകുന്നത് തമിഴ്നാട്ടിലാണ്. ഇത് പിന്നെ ഇതിൻ്റെ ഉറവിടം അട്ടപ്പാടിയാണ്, ഭവാനി പുഴയുണ്ട്. ഇതൊന്ന് തമിഴ്നാട്ടിലൊക്കെ ഒഴുകി പിന്നെ കോയമ്പത്തൂരൊക്കെ എത്തുമ്പോഴത്തേക്ക് ശക്തിയായി ഭവാനിക്ക്. ഇവിടെ തരിശായിട്ട് കിടക്കുന്നു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല, കുറവാണ്. ഈ ഭാഗത്ത് കൂടെ കുറച്ച് വെള്ളം ഒഴുകുന്നുള്ളൂ. ഇവിടുന്ന് നമ്മളിനി പോകുന്നത് മുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. മുള്ളി എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റും ബോർഡറുമാണ്. അപ്പം അവിടുത്തെ നല്ല കാഴ്ചകളാണ്. അവിടുന്നാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് മഞ്ചൂർ ചുരത്തിലേക്ക് കിടക്കുന്നത്. ബോർഡർ വരെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ബോർഡറിന് ശേഷം പിന്നെ അടുത്ത വീഡിയോയിൽ തുടരുന്നതാണ്. കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് വിടുള്ളൂ. ഇവിടുന്ന് വിട്ട് കുറച്ച് ഒരു 200 മീറ്റർ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മളെ കോവിഡിൻ്റെ പാസും ചെക്ക് ചെയ്ത് നമ്മളെ പേപ്പറും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് വിടുള്ളൂ. അവിടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ ചെറിയ കുറഞ്ഞ ഏരിയ ഉണ്ട്. പിന്നെ ഒരു കറക്റ്റ് ടാർ ചെയ്യാത്ത ചെറിയൊരു വഴി, ആ വഴി കൂടി വേണം അടുത്ത ചെക്ക് പോസ്റ്റിലെത്താൻ. കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കിടക്കുക. ഇതിൻ്റെ റോഡ് നോക്ക്, ഊട്ടിയിലേക്കുള്ള റോഡാണ് തമിഴ്നാട് ബോർഡറിന്. കേരളം കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴുള്ള റോഡ്, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറിയപ്പോഴുള്ള റോഡാണ്. എന്താ റോഡ് നോക്കി. ഇപ്പുറത്തതാ ഭവാനി പുഴ അങ്ങനെ ഒഴുകുക. എന്താ സ്ഥലത്തിൻ്റെ പേര്? ബോർഡർ മുള്ളി അല്ല, ഇതിപ്പോൾ എങ്ങോട്ടാ? ഇത് ഊട്ടി. ഇവിടെ തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. നമ്മളവിടെ എൻ്റർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ.